ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തുള്ള വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ റെസിപ്പി എന്താണെന്നറിയോ? നമുക്ക് ഈവനിങ് സ്നാക്കിനും അതുപോലെ തന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് ചിക്കൻ ടിക്ക പോള. മാവ് കുഴയ്ക്കും പരുത്തോ ഒന്നും ചെയ്യണ്ട, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോ ഇതാ ഇവിടെ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ഗരം മസാലപ്പൊടി, ഉപ്പ്, പിന്നെ മുളക് പൊടി. ഞാനിപ്പോ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ ഞാനിപ്പോ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇനി മാരിനേറ്റ് ചെയ്ത് കുറെ സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ടി ഒന്നുമില്ല. അപ്പടി തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾ ഇറാനി പോളേന്റെ ആ ഒരു സിമിലിയർ ലുക്കെല്ലാം കിട്ടും. പക്ഷെ ഇറാനി പോള ഇങ്ങനെയല്ല. ഇതിന്റെ ആ ഒരു പ്രിപ്പറേഷന്റെ രീതിയെ മാറ്റമുണ്ട്, എനിക്ക് ഉറപ്പാ. കാരണം ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾ പറയും, എന്തായാലും കമന്റ്സിൽ കാണും, ഇത് ഇറാനി പോളയിലെന്ന്. പക്ഷെ അല്ല, ഇതിൽ കസൂരി മേത്തിയും അതേപോലെ തന്നെ ഫ്രഷ് ക്രീം എല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വഴിയെ ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ഫ്ലേവർ എല്ലാം വേറെ ഒരു ടേസ്റ്റാ. അപ്പൊ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി നമുക്കൊരു പാന് വെച്ച് ചൂടാക്കി അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ പീസസ് എല്ലാം ഇതിലേക്ക് ഇട്ട് നല്ലോണം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു പകുതി മുറി ചെറുനാരങ്ങൻ്റെ നീര് ഇതൊന്ന് സ്ക്വീസ് ചെയ്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെയില്ലേ, ഞാൻ മുന്നേ ഇട്ട വീഡിയോസിനെല്ലാം നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതിന് മുന്നേ ഇട്ട മന്തിൻ്റെ റെസിപ്പിക്കെല്ലാം അത്യാവശ്യം നല്ല വ്യൂസ് പോകുന്നുണ്ട്, അൽഹംദുലില്ലാ. അതുപോലെ തന്നെ ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓവർ കുക്കായി അല്ലെങ്കിൽ മൊരിഞ്ഞ് വരണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതി. അപ്പുറം ഇപ്പുറം ഒന്ന് തിരിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ഇത് കോരി മാറ്റാം. ഒരു ചിക്കൻ തന്നെ നല്ലൊരു ഫ്ലേവറാണ്. നമ്മൾ കസൂരി മേത്തിയൊക്കെ ഇട്ടതുകൊണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് പാനിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. ഇനി ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ നമുക്ക് വേറൊരു പ്രിപ്പറേഷൻ ഉണ്ട്. ഇതൊക്കെ കോരി മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ഇതാ ഒരു 2 മീഡിയം സൈസുള്ള സവോള ഇതേപോലെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ സെയിം ഓയിലിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് വഴറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാവും. ഇതുപോലെ ഒന്ന് ഓയിൽ എല്ലായിടത്തും ഒന്ന് കോട്ട് ചെയ്ത് കിട്ടിയാൽ മതി. ഇനി നെക്സ്റ്റ് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും ഇതുകൂടി ഇതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി വേണ്ടത് ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തത് അതുകൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പൗഡേഴ്സ് ആയിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തെടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ പീസസ് എല്ലാം ഇതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കസൂരി മേത്തി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ മസാലൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു ബാറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട ഈ വീഡിയോസ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നോട് ഒരു കാര്യം മറന്നു പോയിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ
ഞാനിപ്പോൾ ഇതാ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഫ്രഷ് ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും, നല്ലൊരു ടെക്സ്ചറും ആയിരിക്കും ഈ ഒരു മസാല. നിങ്ങളെടുത്ത് ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ട് ചേർത്തോ, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിൻ്റെ പണി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ മൈദയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. മൈദ മൊത്തത്തിലായിട്ട് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട വേണം. അത് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഈ ബാറ്ററിന് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 കപ്പ് പാലും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി ഇത് നമ്മൾ പോള ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഗീ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂണ് ഗീ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാനിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അധികം കട്ടിക്ക് ഒഴിക്കണ്ട, നോർമൽ ഒരു കട്ടിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ ഇതാ ഈ ഒരു കട്ടിക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മസാല ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഈ ബാറ്റർ സെറ്റാകുന്നതിന് മുന്നേ വേണം നമ്മൾ ഈ മസാല ചേർത്ത് കൊടുക്കാൻ. ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം മസാല ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇതാ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയൊരു അലങ്കാര പണിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ തക്കാളി കട്ട് ചെയ്തത് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കക്കിരിയും പിന്നെ മല്ലിയിലയും ഞാൻ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, അടികട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലായിരിക്കണം തീ വെക്കണ്ടേ, ഇല്ലാന്നുണ്ടെങ്കിൽ അടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഒരു സൈഡ് നല്ല രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, അടിഭാഗമൊന്നും കരിയാണ്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ. ഇപ്പോൾ കണ്ടില്ല, അടിഭാഗമൊന്നും കരിയാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടി കൂട്ടിയിട്ടും ചെയ്യാം. കുറച്ച് കുക്കിംഗ് ടൈം ഓവർ ആയിരിക്കുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 സൈഡ് ഞാൻ മൊരിയിച്ചെടുത്തിട്ടുണ്ട്. അടിപൊളി നല്ലൊരു ഫ്ലേവർ ആയിട്ടുള്ള നമ്മൾ ചിക്കൻ ടിക്ക പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലേനു. ഞാനിപ്പോൾ ഈ ഒരു ചിക്കൻ ടിക്ക പോള കട്ട് ചെയ്തത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഞാനിതിപ്പോൾ വേറൊരാൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തതാ, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാതിരുന്നത്. ഇൻഷാല്ലാ വേറൊരു വീഡിയോയിൽ ഞാൻ ഇൻഷാല്ലാ എന്തായാലും കാണിക്കാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പീസ് എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ വേറൊരു നല്ല റെസിപ്പീസ് ആയിട്ട് കാണുന്നവരെയും ബായ്, അസ്സലാമു അലൈക്കും.